ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടുള്ള അഭിപ്രായം പറയുമോ എന്നുള്ളത്. ഷാറൂഖ് ഖാൻ അവാർഡ് കിട്ടുന്നു, നമ്മുടെ പൊറാട്ട സ്റ്റോറിക്ക് അവാർഡ് കിട്ടുന്നു, കേരള പൊറാട്ട സ്റ്റോറി അതിന് അവാർഡ് കിട്ടുന്നു. ശാലിനി ഉണ്ണികൃഷ്ണൻ, തിരുവനന്തപുരം. അപ്പോൾ ഈ ഒരു ജൂറി എടുത്തിട്ടുള്ള ഈ ഒരു അവാർഡ്, അതിൽ ബെസ്റ്റ് സിനിമ എന്താണ്, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ എന്നാലും ഞാൻ അതിൽ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകളൊക്കെ എങ്ങനെയുണ്ട്, അത് എനിക്ക് ഏത് രീതിയിലാണ് സ്വാധീനിച്ചതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത് മൂന്നും ഞാൻ പറയുന്നത് റാങ്ക് അടിസ്ഥാനത്തിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ അവസാനമായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കടക്കാം. മൂന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ്. വളരെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ സമയത്ത് ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഇത്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ശേഷം ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. പേര് പോലെ തന്നെ ഒരു പാർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഈ ഒരു ചിത്രം പങ്കുവയ്ക്കുന്നത്. അതായത് ഒരു രണ്ട് വീട്ടുകാർ, അതായത് മേലെയും താഴെയായിട്ട് സംസാരിക്കുന്ന, താഴെ ഓണറും മേലെ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവരും മേലെ വാടകയ്ക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ വരുന്ന ആൾക്കാർ ഒരാൾ കാറ് വാങ്ങുന്നു, അത് കണ്ട് മറ്റൊരാൾ കാറ് വാങ്ങുന്നു. ഇവർക്ക് തമ്മിൽ പാർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് വരുന്നു. ഒരു ഈഗോ ക്ലാഷ് ആണ് സിനിമ മൊത്തം സംസാരിക്കുന്നത്. ഈ ഒരു ഈഗോ എന്ന് പറയുന്നത് ഏതൊരു അറ്റം വരെ പോകുന്നുള്ളത് ഈ ഒരു സിനിമ പച്ചയ്ക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പാർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിന് ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 50-50 എന്നാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് മലയാളം സിനിമയായിട്ടുള്ള ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ്. ഉള്ളൊഴുക്ക് എനിക്ക് വളരെയധികം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള പാർവതിയുടെയും അല്ലെങ്കിൽ ഉർവശിയുടെയും ഒക്കെ ഗംഭീര പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ്. ഉള്ളൊഴുക്കിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. എന്താ പറയുക, ആ ഒരു സിനിമയ്ക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. പല രീതിയിൽ ഇത് ചിന്തിക്കാം. ആളുകൾ കാണുന്നതിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിനനുസരിച്ചിട്ടായിരിക്കും സിനിമ സ്വാധീനിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ആ സിനിമ നമുക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഉള്ളൊഴുക്ക് ഇറ്റ്സ് എ ഫൈൻ. അതൊരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ടും വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ടുമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള മലയാള സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഉള്ളൊഴുക്ക്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ സിനിമയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ല, പക്ഷെ അതിൻ്റെ കാരണം നിങ്ങൾ ഒന്നാമത്തെ സിനിമ ഏതാണെന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഉള്ളൊഴുക്ക് ഇതിന് ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളത്തിൽ നല്ലൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി പോലെ തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്ക്രിപ്റ്റോ ഡയറക്ഷനോ പഠിക്കാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എഴുതാനോ എഴുതി പഠിപ്പിക്കാനോ ഒക്കെ ഞങ്ങൾ തയ്യാറാണ്. അല്ലെങ്കിൽ ഡയറക്ഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ, അതായത് A to Z ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും താല്പര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ നമ്പറിലോ അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള എങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒന്നാമത്തെ പടം, അത് 12th ഫെയിൽ. കുറേ കാലത്തിന് ശേഷമാണ് ഇന്ത്യൻ സിനിമയിൽ ഇത്രയും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടത് ഹൃതിക് റോഷൻ്റെ 30 എന്ന് പറയുന്ന സിനിമയായിരുന്നു. അത് വളരെ മോട്ടിവേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ സൂര്യൻ്റെ പ്ലെയിൻ പറത്തുന്ന പടം, അതും നൈസായിരുന്നു. പക്ഷേ 12th ഫെയിൽ എനിക്ക് ഇതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. ഇതിനേക്കാൾ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ രണ്ട് സിനിമകളെക്കാൾ മോസ്റ്റ് വൈറൽ എന്നൊക്കെ പറയുന്ന, അതായത് എല്ലാ ഭാഷകളിലും ഒരു പാൻ ഇന്ത്യ ലെവലിൽ തന്നെ വളരെയധികം സ്പ്രെഡായിട്ടുള്ള ഒരു സിനിമയായിരുന്നു 12th ഫെയിൽ. അപ്പോൾ ഈ 12th ഫെയിലാണ് എനിക്ക് ഈ ഒരു കാറ്റഗറിയിൽ 100% ഡിസൈനിങ്. പിന്നെ അതിനെ നടന് കൊടുത്തതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എനിക്കറിയില്ല, ഇവർ പോപ്പുലറായിട്ടുള്ള ഒരു പടം ജൂറി കണ്ടു, അതിൽ നിന്ന് കൊടുത്തതാണെന്ന് തോന്നുന്നു. പിന്നെ ഷാറൂഖ് ഖാൻ്റെ കേസ് ഒന്നും പറയുന്നില്ല. അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ എന്താണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം അപ്പോൾ നമുക്ക് അതിൽ നോക്കുന്നതായിരിക്കും നന്നാവുക. ഒന്നാം സ്ഥാനം ഞാൻ കൊടുത്തത് 12th ഫെയിലാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രയും പോപ്പുലറായിട്ടോ ആ ഒരു വർഷം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സിനിമയും ഇതായിരുന്നു. 2024 ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സിനിമ ഇതാണ്. അപ്പോൾ 100% ഈ ഒരു അവാർഡിന് ഡിസേർവിംഗ് ആണെന്നാണ് എനിക്കിത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പീക്ക് ലെവൽ തന്നെയാണ് 12th ഫെയിൽ. അതിന് യാതൊരു സംശയമില്ല. ഇനിയും കാണാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ എന്താണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. അതർ ലാംഗ്വേജസിൽ കിട്ടിയിട്ടുള്ള പല സിനിമകളും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ എന്താണ്, ഇതിലേതെങ്കിലും ബെറ്റർ ആയിട്ട് ഞാൻ കാതലിനെ കുറിച്ചിട്ടൊക്കെ കേട്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് ദയവ് ചെയ്തിട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ബെസ്റ്റ് ഡയറക്ടറിന് കിട്ടിയല്ല, അതിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു സൈഡിൽ ഞാനൊരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് മറക്കാതെ പരിഗണിക്കുക. പിന്നെ നമ്മൾ നടത്തുന്ന ഫിലിം മേക്കിങ്ങും സ്ക്രിപ്റ്റിങ്ങിൻ്റെയും കോഴ്സിനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നെങ്കിൽ ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലേക്കോ മെസ്സേജ് ചെയ്താൽ മതി.